الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. صدق الله العلي العظيم. ما ذئبان جائعان أرسلا في غنم بأفسد لها من حرص المرء على المال والشرف لدينه. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. വിചാരിച്ച വിഷയങ്ങളിലൊക്കെയും ഉപരിയായ വിജയം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആർത്തി അപകടം വരുത്തും എന്ന ഉപദേശമാണ് അബ്ദുല്ലാഹി ഹഖാദ് തങ്ങളുടേതായി ഇന്ന് കേൾപ്പിക്കാനുള്ളത്. മനുഷ്യന് പിടിപെടുന്ന ഹൃദയപരമായ രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ആർത്തി. ദുനിയാവിനോടുള്ള ആർത്തിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള വല്ലാത്ത പ്രേമം, അതുപോലെ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്കും ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിലേക്കുമുള്ള അടങ്ങാത്ത ആർത്തി, ഇത് വിനാശകാരികളാണ്. ഇത് മനുഷ്യനെ തകർത്ത് കളയും. ചിലപ്പോൾ ദുനിയാവിൽ തന്നെയും അവന്റെ ജീവിതത്തെ ഇല്ലാതെയാക്കി കളയാൻ വരെ അത് കാരണമായി തീരും. അതുകൊണ്ട് പാകത്തിനെ നമ്മൾ പിടിക്കാവൂ ദുനിയാവിനെ എന്നുള്ള സന്ദേശമാണ് അവർ തരുന്നത്. എന്താണ് ഈ ദുനിയാവ്? ഇന്ന ദുനിയ ഇബാറത്തുൻ അൻ കുല്ലി മാ അലാ വജ്ഹിൽ അർദ്. ഈ ഭൂമുഖത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ദുനിയാവ് എന്ന് പറയുന്നത്. മിനൽ മുസ്തഹയാത്തി വല്ലദാത്തി വാസനാത്തിൽ അംതിയാത്തി ഇല്ലത്തി തസ്തഹീഹൽ നുഫൂസ്. നമ്മുടെ ആകർഷകമായ കാര്യങ്ങൾ ഈ ഭൗതിക ലോകത്ത് കാണാൻ, രസങ്ങൾ, സൗകര്യങ്ങൾ, സുഖങ്ങൾ, അതുപോലെ വിവിധ ഇനം മെറ്റീരിയൽസുകൾ, ചരക്കുകൾ, അത് നമ്മുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്നതും നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതും, നമുക്കതിനോട് അത് കിട്ടണം, അതെനിക്ക് വേണം, ആ സൗകര്യം എനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്നിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. ഇതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ദുനിയാവിന്റെ അലങ്കാരങ്ങൾ, ദുനിയാവിന്റെ സൗകര്യങ്ങൾ. അപ്പൊ ഇത് നമ്മളെ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പൊ നമ്മളെ ആകർഷിക്കുന്ന ഇത്തരം സംഗതികളാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഈ ദുനിയാവിന്റെ അതിനോടുള്ള ഒരു ഇഷ്ടം ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടി പോയാൽ പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല, പിന്നെ എനിക്ക് ദീനുണ്ടാവില്ല. ദുനിയാവിനെ സ്നേഹിക്കുകയും സുഖാഡംബരങ്ങളിൽ മാത്രം ലക്ഷ്യമാവുകയും ചെയ്താൽ ഒരാൾക്ക് അങ്ങനെ തോന്നുന്നു ദുനിയാവിനോട് ഭയങ്കര സ്നേഹം, അതിന്റെ ആഡംബരങ്ങൾ മാത്രമാണ് ഓന്റെ ലക്ഷ്യം, ഓൻ അതിനു വേണ്ടി എന്ത് ചെയ്യുന്ന അങ്ങനത്തെ ആളുകൾക്കാണ് മുഹിബ്ബു ദുനിയ, ദുനിയാവിനെ പ്രേമിക്കുന്നവൻ എന്ന് പറയാറുള്ളത്. ഇത്തരക്കാരുടെ തകരാർ എന്താന്ന് ചോദിച്ചാൽ അവരാണ് ഹലാല് ഹറാമ് എന്ന വേർതിരിവൊന്നും ഓരോരുത്തരുണ്ടാവില്ല. എന്തും സ്വീകരിക്കും, എന്തും ചെയ്യും, എന്തിന്റെ പിന്നാലെയും പോകും. അല്ലാഹു അവനിൽ നിർബന്ധമാക്കിയ ഫർദുകൾ പോലും ചെയ്യാൻ, ഫർദായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടെങ്കിലും അല്ലാഹുവിനെ വഴിപ്പെടാൻ അവന്റെ മനസ്സ് സമ്മതിക്കൂല. കാരണം അത് മുഴുവനും ഓനെ ഏതിന്റെ പുറകിലാണ്? ദുനിയാവിന്റെ പുറകിലായി പോകും. സ്വത്തും സ്ഥാനവും ആഗ്രഹിക്കുകയും ആർത്തി ഉണ്ടാവുകയും ചെയ്യാന്നുള്ളത് ആക്ഷേപാർഹമായ കാര്യമാണ്. ഒരു മനുഷ്യനെ വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നത് ഈ ദുനിയാവിനോടുള്ള പ്രേമവും അതുപോലെ തന്നെ ആർത്തിയും ആണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് എപ്പോഴും നിങ്ങൾ നിസ്കാരത്തിലൊക്കെ ഓതി കേൾക്കാറുള്ള ആയത്ത് കൂടിയാണ്.
വഴിവിട്ട ജീവിതം നയിക്കുന്ന ആളുകൾ. ഭൗതിക ജീവിതത്തെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആഖിറത്തെ കുറിച്ച് അവർക്ക് വേണ്ട. ഈ ദുനിയാവിലുള്ള സുഖങ്ങള്, സൗകര്യങ്ങള് എന്തൊക്കെയുണ്ട് ഇവിടെ ആനന്ദിക്കാനും ആസ്വദിക്കാനും അതെല്ലാം ആവഹിക്കുന്ന, അതെല്ലാം സ്വാഗതം ചെയ്യുന്ന, അതെല്ലാം സ്വീകരിക്കുന്ന തരത്തിൽ ഭൗതിക ജീവിതത്തെയാണ് അവൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. വഴിവിട്ട ജീവിതം നയിക്കാൻ അതിന്റെ പരിണിതി എന്താണെന്നറിയോ? അവന് ചെന്ന് ചേരാനുള്ള ഇടം അത് നരകമാണ്. ജഹീം എന്ന നരകമാണ്. അതികഠിനമായ ശിക്ഷയുള്ള സെല്ല് നരകത്തിലെ ജഹീം, അതാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. അള്ള വെച്ചതാണ് ഈ ദുനിയാവ്. പക്ഷെ എന്തിനാണ്? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷകളിൽ ജയിക്കുന്ന ആളുകൾക്ക് സമ്മാനവും അതുപോലെ തന്നെ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു പരീക്ഷണ ആലയമാണ് ദുനിയാവ്. അപ്പൊ ഇതിൽ നിന്ന് കണ്ടതിന്റെ ഒക്കെ പിന്നാലെ പോകുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആർത്തി ഒരു മനുഷ്യന്റെ മനസ്സിൽ കയറി കൂടിയാൽ അത് അവന്റെ ദീനിനെ നശിപ്പിക്കുന്നതിന്റെ ആഘാതത്തിന്റെ അളവ് തിരുനബി പഠിപ്പിക്കുന്നുണ്ട്. ഒരു ആട്ടിൻകൂട്ടം, അതിലേക്ക് 2 ചെന്നായ്ക്കളെ തുറന്നു വിട്ടു പറയാം. കൂട്ടിലിട്ടതോ കാട്ടിലുള്ളതോ ആയ ചെന്നായ്ക്കളെ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് തുറന്നു വിട്ടാൽ ആ വിശന്ന് അങ്ങേയറ്റം കഠിന വിശപ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെന്നായ്ക്കളുടെ മുമ്പിലാണ് ഒരു കൂട്ടം ആടുകൾ പെട്ടതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ആട്ടിൻകൂട്ടത്തെ ഈ വിശന്ന് പരവശരായിട്ടുള്ള ഈ 2 ചെന്നായ്ക്കൾ വന്നിട്ട് കാട്ടിക്കൂട്ടുന്നത് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. എത്രമാത്രം ആക്രമണപരവും അപകടകരമായിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ അപകടകരമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള ആർത്തി വന്നുപോയാൽ അത് അവന്റെ ദീനിനെ നശിപ്പിക്കുന്നത്. അള്ളാന്റെ ദൂതര് വിശന്ന് പരവശരായിട്ടുള്ള 2 ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് അതിനെ തുറന്നു വിട്ടു. അത് എന്തുമാത്രം ഈ ആട്ടിൻകൂട്ടത്തെ കേടുവരുത്തുമോ, അപകടപ്പെടുത്തുമോ, ആക്രമിക്കുമോ, അതിനേക്കാൾ കൂടുതൽ അക്രമമാണ് ഒരു മനുഷ്യന് സ്വത്തിനോട് ദുനിയാവിനോടുള്ള ആർത്തി ഉണ്ടായി കഴിഞ്ഞാൽ അത് കേടുവരുത്തുന്നത് അവന്റെ ദീനിന്റെ എല്ലാ മഹത്വങ്ങളെയും എല്ലാ ഗുണങ്ങളെയും നശിപ്പിച്ചു കളയും. ആട്ടിൻകൂട്ടത്തെ ചെന്നായ്ക്കൾ നശിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമായ രൂപത്തെ നശിപ്പിക്കും എന്നാണ് അല്ലാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആർത്തി വന്നുകൂടിയാൽ അതിനാലെ വേറെ കുറെ ഹൃദയ രോഗങ്ങളും പിന്നാലെ വരുമെന്നവർ നേരത്തെ നമ്മൾ ചർച്ചയിൽ വന്നിട്ടുള്ള അഹങ്കാരം, ലോകമാന്യം, ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യുക, ആരോടും താഴ്മയിൽ വർത്തിക്കാതെ എല്ലാവരോടും അഹംഭാവത്തോടുകൂടെ കിബറോടുകൂടി പെരുമാറുക, പൊങ്ങച്ചം കാണിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യന് വെറുക്കപ്പെടുന്ന ഒത്തിരി സ്വഭാവ ദൂഷ്യങ്ങൾ ഏതിന്റെ പിന്നാലെ വരും? ഈ ആർത്തി ഉണ്ടായാൽ അതിന്റെ പിന്നാലെ വരും. സത്യത്തോട് തീരെ പ്രതിബദ്ധത ഉണ്ടാവില്ല, സത്യത്തിന് എതിര് ചെയ്യാനേ കഴിയുള്ളൂ. ഇപ്പോ വിധവയായൊരു പടുകിഴവി മഞ്ഞുമാരി കളിക്കുന്ന ചിത്രം, വീഡിയോ ഒക്കെ വൈറലായി. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്? ഇതിന്റെ പിന്നിൽ ഈ ദുനിയാവിനോടുള്ള ദുനിയാവിന്റെ സുഖങ്ങൾ, ആഡംബരങ്ങൾ, സൗകര്യങ്ങൾ, അതിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പിന്നെ ഏത് നിയമത്തെയും അവരെന്ത് ചെയ്യൂല, മാനിക്കൂല. ഹക്കിനോട് പോലും അവരെന്ത് ചെയ്യും? മത്സരിക്കും. ഒരു സത്യം, ധർമ്മം, സനാതന മൂല്യം, അതുപോലെ തന്നെ നമ്മുടെ ധാർമ്മികമായ ഭാഗം, ഇതിനൊന്നും യാതൊരുവിധ പരിഗണന ഉണ്ടാവില്ല. ഇന്നിപ്പോ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതർ ഓർമ്മപ്പെടുത്തി, ഈ ദുനിയാവ് നമുക്ക് ജീവിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷെ ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക, നമുക്ക് ആവശ്യമായത് മാത്രം എടുത്ത് ഉപയോഗിക്കുക, അത്ര ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് അവന്റെ ആവശ്യമായ അളവിലും കൂടുതൽ ദുനിയാവിനെ പിടിക്കാൻ തയ്യാറായാൽ അറിയാതെ അവന്റെ മരണത്തെയാണ് പിടിക്കുന്നത്. വെച്ചാൽ പെട്ടെന്ന് മരണം, ഓൻ അറിയാത്ത രൂപത്തിലേക്ക് ആള് പീസടിച്ചു പോകുന്നത്.
എത്ര ആളുണ്ട് പണത്തിന്റെ പ്രതാപത്തിന്റെ പിന്നാലെ പോയി ദുരൂഹ മരണം ഭരിക്കുന്ന എത്ര ആളുകളാണ് ഇപ്പോഴും തെളിയാത്ത കേസുകൾ. ജിന്നുമായുടെ വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിധിയുടെ പിന്നാലെ, പൊന്നിന്റെ പിന്നാലെ, പിന്നെ വലിയ കോടിക്കണക്കിന് ഉറുപ്പിക പെട്ടെന്ന് കൈവരും എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ ഇങ്ങനെ പറയുകയാണ്. എത്ര ആളുകൾ നിധിക്ക് വേണ്ടി പൈസ കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി, എത്ര ആളുകളുടെ ജീവിതം തകർന്നു, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു പോയി. കുടുംബത്തിലും നാട്ടുകാർക്കും വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ പോലും കൊല ചെയ്യപ്പെട്ടു പോയി. കാരണം അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് തിരുദൂതരുടെ വാക്യം എത്ര അർത്ഥവത്താണ്. ദുനിയാവിൽ നിന്ന് അവൻ ആവശ്യമായ അളവിനേക്കാൾ കൂടുതൽ അവൻ എടുക്കുന്നുണ്ടെങ്കിൽ അറിയാതെ അവൻ അവന്റെ മരണത്തെയാണ് എടുക്കുന്നത്. ആള് കാശു പോകുന്നു. എത്രയാണ് സ്വത്തിന്റെ പേരിൽ പെട്ടെന്ന് കൊല്ലപ്പെടുകയോ ദുരൂഹ മരണം ഭരിക്കുകയോ ചെയ്തിട്ടുള്ളത് ചുറ്റുപാടും നോക്കിയാൽ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നന്നായിട്ട് ശ്രദ്ധിപ്പിക്കണം, നമ്മുടെ നിയന്ത്രിക്കണം. ആർത്തി കടന്നുകൂടാൻ പാടില്ല, ദുനിയാവിനോടുള്ള പ്രേമം വരാൻ പാടില്ല. അത് നമ്മുടെ എല്ലാം നശിപ്പിക്കും, ദീന നശിപ്പിക്കും, ആഖിറത്തിലെ നേട്ടങ്ങൾ എല്ലാം നശിപ്പിച്ചു കളയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് മതിയായ അളവിലുള്ള ഐശ്വര്യവും റാഹത്തും നീ നൽകണേ റഹ്മാനെ. നിന്നെ മറന്നു പോകുന്ന ദാരിദ്ര്യമോ കഷ്ടപ്പാടോ തരരുതേ റഹ്മാനെ. അതേപോലെ നിന്നെ മറന്നു പോകുന്ന ധാരാളിത്തവും ഞങ്ങൾക്ക് വേണ്ട റഹ്മാനെ. റബ്ബേ, ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നന്നാക്കി തരണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.